പിള്ളേരെവിടെടി? ആ അവിടെ എവിടെയെങ്കിലും കാണും. അവിടെ എവിടെയെങ്കിലും കാണുന്ന ഇതെന്താ തീരെ ഉത്തരവാദിത്തം ഇല്ലാതെ സംസാരിക്കുന്നത്? പിന്നെ എനിക്ക് സദാസമയം അവരുടെ വാലുമേല് കെട്ടി തൂങ്ങി നടക്കാൻ പറ്റുമോ? ഉള്ള കുട്ടികളൊന്നുമല്ലോ. ഉള്ള കുട്ടികളാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അവരുടെ കാര്യങ്ങളാണ് ഇവിടെ തെറ്റാതെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പാരന്റ്സ് ആന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ ഓരോ പാരന്റ്സ് ഉത്തരവാദിത്തം ഇല്ലാതെ പിള്ളേരെ കയറൂരി വിട്ടിരിക്കുക. അങ്ങനെ ആയാൽ പറ്റില്ല. അവരെ കടിഞ്ഞാണ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിഞ്ഞാലേ അവര് കള്ളത്തരങ്ങളൊന്നും ഇല്ലാതെ നേരെ ചൊവ്വേ വളരൂ. ഓ ഞാനിപ്പോ എന്ത് വേണം? കടിഞ്ഞാട് പിടിച്ച് അവരെ മെരിച്ചെടുക്കണോ? ശരി, ശ്രദ്ധ ഉണ്ടായാൽ മതി. ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറില്ല ശീലു. ശരി രാജാവേ. അച്ഛാ, ഒരു 500ന്റെ നോട്ട്സ് ഉണ്ടാവൂ? എന്തിനാ മോനെ? എക്കണോമിക്സ് പ്രൊജക്റ്റിനാ. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു 500 വന്നതോ? അത് ബയോളജി സയൻസ് പ്രൊജക്റ്റിനായിരുന്നു. ഓ, പ്രൊജക്റ്റുകൾ ഒരുപാടുണ്ട് അല്ലേ? ദാ നന്നായി ചെയ്യ്. താങ്ക്സ് അച്ഛാ. അച്ഛൻ വീണാൽ താഴട്ടെ, അല്ല വീണാൽ വാഴട്ടെ. കണ്ടോ ശീലോ, ഞാനിപ്പോ ജസ്റ്റ് അവനൊരു 500 കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാം നല്ലപോലെ ചോദിച്ചറിഞ്ഞു കൊടുക്കണം. നമ്മൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അറിയണം. എന്നാലും ഒരു പേടി ഉണ്ടാവും. കളത്തരങ്ങളൊന്നും ഇല്ലാതെ നേരെ ചൊവ്വേ നടക്കൂ. മനസ്സിലായോ? കൊല കഴിഞ്ഞ 1.5 കൊല്ലമായി ചെറുക്കാൻ പഠിത്തം നിർത്തിയിട്ട്, എന്നിട്ട് ഇപ്പോഴും അതിന്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ പൈസ മുടങ്ങുക. പിള്ളേരുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൂടുന്നുണ്ട് അതിന്റെ. ഷെടാ, അല്ലടി, അപ്പൊ നമ്മളെ ഇളയതിന്റെ പഠിത്തം കഴിഞ്ഞോ? ഇപ്പൊ കുറച്ചു കാലമായിട്ട് അവൻ എന്നോട് പൈസ ഒന്നും ചോദിക്കാറില്ലാന്നേ. 6 മാസം മുന്നേ അവൻ ഗൾഫിൽ പോയി. മൈ മിസ്റ്റേക്ക്. നല്ല ഉത്തരവാദിത്തമുള്ള തന്ത.